ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ പാർട്ടുകൊണ്ട് നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിന് മുമ്പിലത്തെ പാർട്ടൊക്കെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിന് മുമ്പിലത്തെ പാർട്ടൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കമൻറ്റായിട്ട് മെസ്സേജായിട്ട് ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പം ചെയ്ത് തുടങ്ങുന്ന നെറ്റിയുടെ ഈ ഒരു ഭാഗത്തെ ഷെയ്ഡിങ് ആണ്. ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ ഭാഗത്ത് ഷെയ്ഡിങ് കുറച്ചൊരു കട്ടിക്ക് ചെയ്യാനുണ്ട്. അതിൻ്റെ ഇങ്ങേ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ കൂടുതലും ലൈറ്റ് ഇരിക്കുന്ന ഭാഗങ്ങളാണ് വരുന്നത്. അപ്പം അവിടെ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഷെയ്ഡിങ് ആണെങ്കിൽ പോലും നമ്മൾ ആദ്യം ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് പിന്നീടാണ് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാവർക്കും പറയുന്നൊരു കാര്യം തന്നെയാണത്. അപ്പോൾ നിങ്ങൾ ഷെയ്ഡിങ് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നൊരു ഡ്രോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയുടെ ഡ്രോയിങ് ഒക്കെയാണ്. അപ്പം മറ്റുള്ള ഡ്രോയിങ് ചെയ്യുമ്പോഴും ആ ഒരു സപ്പോർട്ട് നിങ്ങൾ തരിക എങ്കിലും മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു ചാനലിൽ ഡ്രോയിങ് ഉൾപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും വിജയുടെ ഡ്രോയിങ് തന്നെ ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് വ്യൂ കിട്ടുന്നൊരു ടോപ്പിക് നോക്കിയേ കൂടുതലായിട്ടും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം അതായത് നമ്മൾ വിജയുടെ ഡ്രോയിങ് ചെയ്യുന്ന അതേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ചെയ്യുന്നതും കാണുന്നുണ്ട് ഓരോ ആക്ടറിനെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു ഡ്രോയിങ് ഒക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ ഇപ്പം നിങ്ങൾ ഇടണമെങ്കിൽ ആ ഒരു സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് അത് കൂടുതലായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം മിക്കതും ഇപ്പം നമുക്ക് വ്യൂ ഇല്ലാത്തതിൻ്റെ പേര് നമ്മൾ മിക്ക ഡ്രോയിങ്ങും ചെയ്യാതെ പോകാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡ്രോയിങ്ങും ഈ ഒരു ചാനലിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് വ്യൂ കിട്ടുന്ന ഏത് ടോപ്പിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്കായിരിക്കും നമ്മൾ കൂടുതലും ചെയ്യുക. പിന്നെ ഇതിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഫോട്ടോ നോക്കി തന്നെ മനസ്സിലാകും നമുക്ക് എവിടെയാണ് ലൈറ്റ് ഷെയ്ഡ് കൊടുക്കേണ്ടത്, എവിടെയാണ് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും. കാരണം ഈ ഒരു ഫോട്ടോയിൽ നോക്കുമ്പം അതിൻ്റെ വലത് സൈഡ് കൊണ്ടാണ് കൂടുതലും ഡാർക്ക് ഷെയ്ഡ് വരിക. അപ്പം അവിടെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ട് ലൈൻ്റെ 2B പെൻസിൽ ഉപയോഗിച്ചാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന എല്ലാ സമയത്തും ഞാൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് വേണം ഡാർക്ക് ഷെയ്ഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 2B പെൻസിൽ ഉപയോഗിച്ച് ഒരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഒരു രണ്ടാമത്തെ ഒരു ലെയർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ 4B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒരു ഷെയ്ഡ് കൊടുത്താൽ മതി. അപ്പം ലൈറ്റ് ഷെയ്ഡ് ആദ്യം കൊടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ഡാർക്ക് ഷെയ്ഡ് നിങ്ങൾ കൊടുക്കുക.
നമുക്കിനി ഈ ഒരു ഡ്രസ്സിൻ്റെ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആവും. അപ്പം ഡ്രസ്സിൻ്റെ വർക്കായതുകൊണ്ട് നിങ്ങൾ തന്നെ ഒരു ഐഡിയ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഒരുപാട് ഉൾക്കൊള്ളിക്കുന്നില്ല ഈ വീഡിയോക്കകത്ത്. അപ്പം വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ ചോദിക്കാവുന്നതാണ്. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചൊക്കെ നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. എല്ലാം നമ്മൾ ട്യൂട്ടോറിയൽ തന്നെയാണ് ഇടുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.